അപ്പൊ ജോലി കിട്ടുന്നതിന് മുമ്പ് പ്രൊമോഷൻ കിട്ടും. അതെ. എന്നിട്ട് സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു. പിന്നീടാണ് 8 വർഷം മുമ്പ് മരിച്ച പെങ്ങളുടെ അതേ ഛായ ഉണ്ടെന്ന് പറഞ്ഞ് ശോഭയുമായ ഒരു സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഒരു സിസ്റ്റർലി അഫെക്ഷൻ. അത് പിന്നീട് ഹോസ്റ്റലിലേക്ക് കയറി പറ്റാനുള്ള ഒരു വഴിമരുന്നാണ്. തന്നെയൊക്കെ എങ്ങനെ വിശ്വസിച്ചു കുടുംബത്തിൽ കയറ്റും? ആരും കേറ്റിയല്ലോ, നമ്മൾ ഓടിയൊക്കെ കേറിയല്ലേ. അയ്യോ എന്റെ സുജാതെ, വിശന്നിട്ട് വയ്യ. ചില്ലറ ചെലവിൽ വെച്ചിരുന്ന കാശെടുത്താ പണ്ടാറ് അടങ്ങാൻ സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുത്തത്. വല്ല ചപ്പാത്തിയോ ചാണപ്പട്ടയോ എന്തെങ്കിലും ഒട്ടെത്താ വെച്ചിട്ട് നിക്കാൻ വയ്യാഞ്ഞിട്ടാ. അയ്യോ അടിവയറ്റിന്ന് കുതിച്ചല്ലേ വിശപ്പ്. ഓ ഇവിടെ ഉരുപ്പില്ല. എന്നാ ഞാൻ അടുക്കള കയറി നോക്കിക്കോട്ടെ. അവിടെ ഇടും. എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ട സുജാതെ പണ്ടാരടങ്ങാൻ. പ്രേമിക്കാൻ നടക്കുകയല്ലേ, കണ്ടവർ ഐശ്വര്യമെങ്കിലും വരട്ടെ. ആ പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഞാൻ നമ്മുടെ പണിക്കരെ കണ്ടിരുന്നു. എപ്പോഴാ ഇന്റർവ്യൂ? അയ്യോ അത് അടുത്ത തിങ്കളാഴ്ചയാ. എന്ത് പറഞ്ഞു? പണിക്കർ ഇന്റർവ്യൂ ബോർഡിലുണ്ട്, വേണ്ടൊക്കെ ചെയ്യാവുന്ന ഏറ്റിട്ടുണ്ട്. ഇനി താൻ അവിടെ ചെന്ന് തന്റെ ഇന്റലിജൻസ് ഒന്നും കാണിക്കാതിരുന്നാ മതി. കിട്ടുമോ? കിട്ടും. ഞാനും പണിക്കരും തമ്മിൽ അത്ര അടുപ്പത്തിലല്ലേ. ദൈവമേ. പിന്നെ ഒരു കാര്യം, ഇതെന്റെ അവസാനത്തെ ശ്രമമാണ്. നന്നാവുന്നെങ്കിൽ നന്നാവും. നന്നാവണമെന്ന് ആഗ്രഹമില്ലാണ്ടാണോ ബാബു? ഞാൻ ഇപ്പൊ തന്നെ ഈ ഹോസ്റ്റലിലെ പരിപാടി വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ലേ? അത് കവിതമാശാന്നാ വിചാരിച്ചത്? അല്ല, സീരിയസ് ആയിട്ട് തന്നെ. അതും നന്നാകാനുള്ളൊരു വഴിയാ. ഇത് ശരിയായാൽ അത് ശരിയാവും. രണ്ടും ശരിയായാൽ മൊത്തം കാര്യങ്ങൾ ശരിയാവും.